വാസ്തവത്തിൽ കോഴിക്കോട് റേഡിയോ സ്റ്റേഷൻ ഇത്രമാത്രം പ്രതിഭാശാലികൾ ഒരുമിച്ച് ജീവിച്ച ഒരിടം എന്ന നിലയിൽ ഭൂമി മലയാളത്തിലെ ഒരത്ഭുതമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഉറൂബ്, അക്കിത്തം, കക്കാട്, തിക്കോടിയൻ, പിന്നെ പി ഭാസ്കരൻ, കെ രാഘവൻ മാഷ്, കെ കൊടുങ്ങല്ലൂർ, ഖാൻകാവിൽ എത്രയെത്ര അത്ഭുതകരമായ മനുഷ്യർ. ഇവർക്കൊക്കെ ഓരോ വിധത്തിൽ ആരാധകരുണ്ടായിരുന്നു. ഖാൻകാവിലിൻ്റെ ശബ്ദം കേൾക്കാൻ കൊതിച്ചിരുന്ന നിരവധി സ്ത്രീകൾ അന്ന് കേരളത്തിൽ ഉണ്ടായിരുന്നു. ഇങ്ങനെ എല്ലാം കൊണ്ടും എന്തൊരു സജീവതയായിരുന്നു വാസ്തവത്തിൽ ഈ കോഴിക്കോട് റേഡിയോ സ്റ്റേഷൻ എന്ന അത്ഭുതത്തിൽ. കോഴിക്കോട് സാഹിത്യ നഗരമായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ അതിൻ്റെ ആദ്യത്തെ യോഗത്തിൽ ഞാൻ പറഞ്ഞത് ഇവിടുത്തെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കോഴിക്കോട് റേഡിയോ സ്റ്റേഷനാണ്. അതിൻ്റെ മുമ്പിൽ ഒരു ശബ്ദദേവൻ്റെ വെക്കേണ്ടതാണ് എന്നാണ്. ഏതായാലും നമുക്ക് പി ഭാസ്കരനിലേക്ക് വരാം. ഞാൻ പറഞ്ഞ മഹാപുരുഷന്മാരൊക്കെ ഇരിക്കെ കാലാന്തരത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നത് പി ഭാസ്കരനും കെ രാഘവൻ മാഷും ആണ്. അതിൻ്റെ കാരണം കവിതയോ കഥയോ ഒക്കെ വളരെ കുറച്ച് മാത്രം വ്യാപരിക്കാൻ ശേഷിയുള്ള കലാരൂപങ്ങളാണ്. സംഗീതവും അതെ, അതിൻ്റെ ഉയർന്ന നിലയിൽ. ഇപ്പോൾ എം ഡി രാമനാഥനോ അല്ലെങ്കിൽ കവിത എഴുതുന്ന ആറ്റൂർ രവിവർമ്മയോ വളരെ കുറച്ച് അനുചരന്മാരെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. പക്ഷേ ചലച്ചിത്രഗാനം അങ്ങനെയല്ല. ചലച്ചിത്രഗാനം ഉറങ്ങുമ്പോഴും ഉണ്ണുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ഒക്കെ എൻ്റെ അമ്മ അലക്കുമ്പോൾ ജാലകം തുറന്നിടാൻ പറയുമായിരുന്നു. ആ സമയത്തായിരിക്കും റേഡിയോയിൽ നിന്ന് ചലച്ചിത്രഗാനങ്ങൾ വരിക. ഇങ്ങനെ ചലച്ചിത്രഗാനങ്ങളിൽ മുഴുകിയ ഒരു ലോകം. നേരത്തെ ശ്രീകുമാരൻ തമ്പി പറഞ്ഞതിനോട് എനിക്കൊരു അഭിപ്രായമില്ല. കാരണം ഇന്ന് സജീവമായി നമുക്കിടയിൽ ജീവിക്കുന്നത് പി ഭാസ്കരൻ ആണ്. ആ ജീവിതം ഒരു ഘട്ടത്തിലും മങ്ങും എന്ന് ഞാൻ വിചാരിക്കുന്നതും ഇല്ല. സാധാരണ മനുഷ്യരുടെ പ്രണയത്തിൻ്റെ മാധ്യമമായി തീർന്ന എത്ര ഗാനങ്ങളാണ് പി ഭാസ്കരനിൽ നിന്നും ഉണ്ടായത്. ചലച്ചിത്രം വന്നപ്പോഴാണ് വാസ്തവത്തിൽ ഈ പ്രണയത്തിന് വലിയ ഒരു പ്രമോഷൻ ഉണ്ടായിത്തീർന്നത്. എല്ലാ ചലച്ചിത്രങ്ങളും പ്രണയ കഥകൾ ഉള്ളവയാണ്. ഒരുപക്ഷെ ജോൺ അബ്രഹാമിൻ്റെ, അരവിന്ദൻ്റെ, അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമകൾ ഒഴിച്ച് നിർത്തിയാൽ എല്ലാ ചലച്ചിത്രങ്ങളിലും പ്രണയം ആണ്. മാത്രമല്ല ആ സിനിമയുടെ പല തലങ്ങളും സ്വാധീനിച്ച് നിർണയിക്കുന്നതും പ്രണയം ആയിരുന്നു. നായികയെ കാമിക്കുന്നവൻ വില്ലനും പ്രേമിക്കുന്നവൻ പ്രണയിയും നായകനും ആയിത്തീർന്നു. അങ്ങനെയാണ്. നായികയെ കാമിക്കുന്നവൻ വില്ലനായിത്തീർന്നു, പ്രേമിക്കുന്നവൻ നായകൻ ആയി തീർന്നു. ആ നായകന് വേണ്ടിയും നായികയ്ക്ക് വേണ്ടിയും ഗാനങ്ങൾ എഴുതി പി ഭാസ്കരൻ. ഓർത്തിട്ടുണ്ട് നമ്മുടെ ഈ നടന്മാരുടെയൊക്കെ ശരിക്കുള്ള മേക്കപ്പ് മാൻ അല്ല ഈ സംഗീത സംവിധായകനും ഈ ഗായകനും ഈ ഗാനരചയിതാവുമാണ് അവരുടെ സൗന്ദര്യത്തെ ഈ വിധത്തിൽ വലുതാക്കിയിട്ടുള്ളത്. പ്രേംനസീറും സത്യനും അതുപോലെ മമ്മൂട്ടിയും മോഹൻലാലും ഇത്ര ആകർഷണീയമായ രൂപം ഉള്ളവരായി തീർന്നത് അവർ ചലച്ചിത്രത്തിലെ പ്രണയരംഗങ്ങളിൽ അഭിനയിച്ചതുകൊണ്ട് ആണ്. അങ്ങനെ പ്രണയരംഗങ്ങളിൽ അവർക്ക് വേണ്ടി പാടിയത് മലയാളത്തിലെ ഏറ്റവും മധുരമായ ശബ്ദമായിരുന്നു. അവർക്ക് വേണ്ടി സംഗീതമൊരുക്കിയത് അസാധാരണമായി കവിതയെ വിടർത്താൻ അറിയുമായിരുന്ന ഗാന സംവിധായകരായിരുന്നു. അതുപോലെ ഭാസ്കരനെയും വയലാറിനെയും പിന്നെ ശ്രീകുമാരൻ തമ്പിയെയും
ഒക്കെ പോലെയുള്ള ONVയെയും എത്ര എത്ര അസാധാരണ പ്രതിഭകളാണ് കവിതയുടെ രംഗത്ത് നിന്നും സംഗീതത്തിലേക്ക് വന്നത്. പക്ഷേ വലിയ സങ്കടമായിരുന്നു ONV കുറുപ്പിനൊക്കെ. ഇപ്പോൾ ജയകുമാറിനൊക്കെ വലിയ സങ്കടമാണ്. അവരെ ആരും കവികളായി കാണുന്നില്ല, ചലച്ചിത്ര ഗാനരചയിതാക്കളായിട്ടാണല്ലോ കാണുന്നത് എന്ന നിരന്തരമായ സങ്കടം ONV കുറുപ്പിനുണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. അവർ നല്ല കവികളൊക്കെ ആയിരുന്നു. പക്ഷേ കവിതയ്ക്ക് എത്ര കുറച്ച് ആളുകളിലേക്കേ ചെല്ലാനാവൂ. സുശിക്ഷിതരായിരിക്കണം, ഭാവുകത്വം ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ആളുകൾ എത്ര ചെറിയൊരു ന്യൂനപക്ഷമാണ്. പക്ഷേ അങ്ങനെയല്ലല്ലോ ഈ ഗാനരചയിതാക്കൾ. അവരുടെ ഗാനം സംഗീതത്തിൻ്റെ വൈദ്യുതി പ്രവേശിക്കുമ്പോൾ അത്ഭുതകരമായി പരിവർത്തിച്ച് അതിമോഹനമായ ശബ്ദമുള്ള ഒരാളിലൂടെ പുറത്തു വരുമ്പോൾ അതൊന്നുകൂടി മധുരമായി തീർന്ന് വ്യാപിക്കുന്ന ഈ ചലച്ചിത്ര ഗാനത്തോട് മത്സരിക്കാൻ ഒരു കവിക്കും സാധ്യമല്ല. പി. ഭാസ്കരൻ പറയുന്നു, ഓർക്കുക വല്ലപ്പോഴും എന്നല്ലാതെന്തോതും ഞാൻ. കവിതയിലാണ്, തൻ്റെ കവിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പിന്നീട് ചലച്ചിത്ര ഗാനരചയിതാവായപ്പോൾ ഓർക്കുക എല്ലായ്പ്പോഴും എന്നല്ലാതെന്തോതും ഞാൻ എന്ന് അത് മാറുന്നു. കാരണം ജീവിതത്തിൻ്റെ ഭാഗമാണ് അത് എന്നതാണ് അതിൻ്റെ കാരണം. അതുപോലെ നമ്മുടെ പ്രണയത്തെക്കുറിച്ചാണ് ഏറെ മധുരങ്ങളായ ഗാനങ്ങൾ പി. ഭാസ്കരൻ എഴുതിയിട്ടുള്ളത്. പ്രണയത്തിൽ എന്ത് സംഭവിക്കുന്നു? പ്രണയത്തിൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നു. ഒന്ന്, അതിലെ ഡീറ്റെയിൽസൊക്കെ മധുരമായിത്തീരുന്നു. എല്ലാ ചിത്രങ്ങളും എല്ലാ വിശദാംശങ്ങളും സൂക്ഷ്മസുന്ദരമായിത്തീരുന്നു. പിന്നെ പ്രണയത്തിൽ മാത്രമാണ് ലോകത്തിൽ സ്ത്രീ പുരുഷ സമത്വം ഉള്ളത്. അതെന്നേ ഏത് കാലത്തും ഉണ്ടായിരുന്നു. പ്രണയം ശമിക്കും തോറും അയാൾ പുരുഷനായിത്തീരും. പ്രണയം ശമിക്കും തോറും അവൾ ഒരു രണ്ടാംകിട സ്ത്രീയായിത്തീരും. പ്രണയത്തിൻ്റെ ഘട്ടത്തിൽ VKM പാടിയിട്ടില്ലേ, VKM എഴുതിയിട്ടില്ലേ? VKM എഴുതിയത് വലിയ നെയ്ത്തുകാരിയായ ലക്ഷ്മിക്കുട്ടി നേത്തിയാറെ ഞാൻ പ്രേമിച്ച് നിന്നെ ഞാനൊരു ദേവസ്ത്രീയാക്കും എന്ന് പാടി പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നീചയുടെ ഭർത്താവ് പട്ടാളത്തിൽ നിന്ന് വന്ന് എല്ലാം കുഴപ്പത്തിലാക്കിയത് എന്ന് പറയും. അങ്ങനെ ഈ സാധാരണ സ്ത്രീകളെ അപൂർവ സുന്ദരികളാക്കിയതിന് പി. ഭാസ്കരന് ഭാരതരത്നം നൽകേണ്ടതാണ്. അത് ഈ സാധാരണരായിട്ടുള്ള സ്ത്രീകളല്ലേ, അത് ഈ സാധാരണരായിട്ടുള്ള പുരുഷന്മാരല്ലേ. അവർ ഗന്ധർവന്മാരായിത്തീരുന്നു, അവർ അസാധാരണ ഭംഗിയുള്ളവരായിത്തീരുന്നു. ശാരദയ്ക്കൊക്കെ ഈ സൗന്ദര്യം ഉണ്ടോ എന്ന് നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ രംഗത്തെത്തുമ്പോൾ, പാടുമ്പോൾ ഇരുട്ടിൻ്റെ ആത്മാവിലെ ആ ശാരദയെ ഇരു കണ്ണീർത്തുള്ളികൾ ഒരു സുന്ദരിയുടെ കരിമിഴികളിൽ വെച്ച് കണ്ടുമുട്ടി എന്നാലപിക്കുമ്പോൾ അവർ സൗന്ദര്യത്തിൽ ഇനി സാക്ഷാത്കരിക്കാനില്ലാത്ത ഒരു വ്യാപ്തിയും ഒക്കെ നേടും. അതുകൊണ്ടാണ് ഇവരാണ് വാസ്തവത്തിൽ മേക്കപ്പ് മാൻമാർ, അല്ലാതെ മേക്കപ്പ് മാൻ അല്ല. അങ്ങനെ സൗന്ദര്യം സിദ്ധിച്ചവരാണ് ഈ നടന്മാർ എല്ലാം. ആ സൗന്ദര്യത്തിൻ്റെ വലിയ ഒരു പിന്തുണ യഥാർത്ഥത്തിൽ നൽകിയത് പി. ഭാസ്കരനായിരുന്നു. ഒരുപക്ഷെ അതിൽ അദ്ദേഹം മറ്റ് രചയിതാക്കളെ പല മടങ്ങ് മറികടന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. താമസമെന്തേ വരുവാൻ എന്ന ഗാനം ടാഗോർ ഒരു മലയാളിയാണ് എന്ന് നമ്മളെ ധരിപ്പിച്ച ഒരു ഗാനം ആണ്. ഇത്ര ഭാവസുന്ദരമായ ഒരു ഗസൽ മലയാളത്തിൽ സൃഷ്ടിച്ചത് പി. ഭാസ്കരൻ ആണ്. അത് അവിടെയാണ് എനിക്ക് പറയാനുള്ള അടുത്ത പ്രധാനപ്പെട്ട പോയിൻ്റ്. അതായത് നമ്മൾ ഈ ചലച്ചിത്ര ഗാനങ്ങൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും നമ്മൾ ആ സിനിമ കണ്ടവരായിക്കോട്ടെ കാണാത്തവരായിക്കൊള്ളട്ടെ, ആ സിനിമയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടേ അല്ല നമ്മളിത് കേൾക്കുന്നത്. ആ പാട്ട് കേൾക്കുമ്പോൾ എത്ര പ്രായമായാലും ഞാനൊരു കാമുകനായി മാറും.
എത്ര പ്രായം കുറവാണെങ്കിലും നിങ്ങളുമായിത്തീരും. എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഗാനമായി അത് പരിവർത്തിക്കും. അങ്ങനെ പരിവർത്തിച്ചു ഓരോ മലയാളിയുടെ ജീവിതത്തിലും. അപ്പോഴവരാരും ഓർത്തില്ല അത് ഇന്ന സിനിമയിലെ ഇന്ന രംഗത്തിൻ്റെ ആവിഷ്കാരമാണ് എന്ന് ഒരാളും ഓർത്തില്ല. ഈ ഗാനങ്ങളെ ചലച്ചിത്ര സന്ദർഭത്തിൽ നിന്ന് പുറത്തെടുത്ത് അതിൽ നിങ്ങളുടെ ജീവിതം ആവിഷ്കരിച്ചു. ഓരോ അനുരാഗവും ഈ മാധ്യമത്തിലൂടെ, ഈ ഭാസ്കരനിലൂടെയും രാഘവൻ മാഷിലൂടെയും ദേവരാജനിലൂടെയും ദക്ഷിണാമൂർത്തിയിലൂടെയും ഒക്കെ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ അങ്ങനെ നമ്മൾ സ്നേഹിക്കപ്പെട്ടു. നമ്മൾ നിലാവിൻ്റെ അഴകറിഞ്ഞു അല്ലേ? ഭാസ്കറിന് ശേഷമാണ് കേരളത്തിൽ നിലാവിന് ഇത്ര അഴകുണ്ട് എന്ന് മലയാളികൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇല്ലേ? വൃശ്ചികപ്പൂനിലാവേ, പിച്ചകപ്പൂനിലാവേ, മച്ചിൻ്റെ മേലിരുന്നൊളിഞ്ഞു നോക്കാൻ ലജ്ജയില്ലേ? ഞാൻ പാടിയ ലവലേശം സംഗീതം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഒരു ഭയവും എനിക്ക് അക്കാര്യത്തിലില്ല. എന്ന് പറഞ്ഞാൽ സംഗീതം ഉണ്ടായിരുന്നെങ്കിൽ മോശമായില്ലേ എന്ന് തോന്നുമായിരുന്നു. സംഗീതം ഇല്ലാത്തത് കൊണ്ട് എനിക്ക് അത് കവിത പോലെ വായിക്കാം, പക്ഷെ കേൾക്കാം. കേൾവി എന്ന് പറയുന്നത് അസാധാരണമായ ഒന്നാണെന്ന് കൂടി പറയട്ടെ. ഒരു അന്ധനായിരിക്കുന്നതാണോ, ഒരു ബധിരനായിരിക്കുന്നതാണോ വലിയ ശിക്ഷ എന്ന് ചോദിച്ചാൽ റേഡിയോ കാലം നമ്മളോട് നിസ്സംശയം പറഞ്ഞത് ബധിരനായിരിക്കലാണ് എന്നതാണ്. ഒരു അന്ധന് യാതൊന്നും നഷ്ടപ്പെടുന്നില്ല പാട്ടിൽ അല്ലേ? അമേരിക്കയിൽ റേഡിയോ സ്റ്റേഷനിൽ സെലക്ഷന് അവർക്ക് റിസർവേഷൻ ഉണ്ട് ബ്ലൈൻഡിന്. എന്തുകൊണ്ട്? അവരാണ് സൂക്ഷ്മമായി കേൾക്കുക, അവരാണ് സൂക്ഷ്മമായി ഗ്രഹിക്കുക. 5 കൊല്ലം കഴിഞ്ഞിട്ട് എന്നെ കണ്ട ഒരു ബ്ലൈൻഡ് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇത് മാഷല്ലേ എന്ന്. എൻ്റെ തൊട്ട് നോക്കിയിട്ട് മറ്റാര് തൊട്ട് നോക്കി 5 വർഷത്തെ ഓർമ്മ മനസ്സിൽ വയ്ക്കും. അതെ, അതുകൊണ്ട് ഒരു ബധിരനായിരിക്കുക എന്നതാണ്. സംഗീതമാണ് ലോകത്തിലെ ഏറ്റവും വലിയ കലാരൂപം എങ്കിൽ അതിനെന്താ കാരണം? അതിന് കാരണം ശബ്ദത്തിന് ആവിഷ്കരിക്കാൻ കഴിയുന്ന സൂക്ഷ്മതകൾ ദൃശ്യത്തിന് ആവിഷ്കരിക്കാൻ സാധ്യമല്ല എന്നതുകൊണ്ടാണ്. എന്തൊരു വികാരം! നിങ്ങളെ ഫോൺ വിളിച്ചിട്ട് നിങ്ങളുടെ മനസ്സിൽ അസ്വസ്ഥതയുള്ള ദിവസമാണെങ്കിൽ, നിങ്ങളെ അമ്മ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അമ്മ ചോദിക്കും ഇന്നെന്താ ഒരു പ്രയാസം. ശബ്ദത്തിൽ നിന്നത് വേർതിരിച്ചറിയാം. അത്ര വേർതിരിച്ച് ശബ്ദത്തിൽ നിന്നല്ലാതെ അറിയാനും സാധ്യമല്ല. അത്ര വേർതിരിച്ചറിയാവുന്ന ശബ്ദ സൂക്ഷ്മതയെ കേമമായി ഉപയോഗപ്പെടുത്തി എന്നതാണ് MD രാമനാഥൻ്റെയൊക്കെ മഹത്വം. ഈ ശബ്ദ സാധ്യത, അതിൻ്റെ വിചിത്രങ്ങളായ വഴികൾ ഒക്കെ അത്ഭുതകരമാണ്. മറ്റത് വാക്കാണ്. ഇപ്പോൾ P. ഭാസ്കരനും ഞങ്ങളൊക്കെ എഴുതുന്നത് വാക്കാണ്, ശബ്ദമല്ല. വാക്കിന് തീർച്ചയായിട്ടും പ്രതീക ഭംഗിയുണ്ട്, ധ്വനികളുണ്ട്. പക്ഷേ ശബ്ദത്തിന് ധ്വനിപ്പിക്കാൻ കഴിയുന്ന വൈകാരിക സൂക്ഷ്മതകൾ അപാരമാണ് എന്നേ പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ സംഗീതത്തിന് ഈ ഒരു പ്രാധാന്യം കിട്ടുന്നത്. അത് അറിയുകയും അത് ഉപയോഗിക്കുകയും. എന്നാൽ ഭാസ്കരൻ്റെയും ശ്രീകുമാരൻ തമ്പിയുടെയും ആ പൊൻവെയിൽ മണിക്കച്ചയൊക്കെ എന്തൊരു വെയിലാണ്, ഇളം വെയിലാണ്. കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുറിയിൽ ഉദിക്കുക എന്നോർക്കുക. അതിനൊക്കെ സംഗീതം കൊടുത്ത ഒരാൾക്ക് സംഗീതവും അറിയാം, അതുപോലെ ഈ കാവ്യകലയും അറിയാം. അങ്ങനെയുള്ള ഒരു മധ്യസ്ഥൻ, അതുപോലെ പാടുന്ന വലിയ വലിയ ഗായകർ, അവരൊക്കെ ചേർന്നുണ്ടാക്കിയിട്ടുള്ള ഈ അത്ഭുതമാണ് നമ്മുടെ നാട്. ഒരു നോവലിസ്റ്റിനും ഇങ്ങനെ ആവിഷ്കരിക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ നമ്മൾ കണ്ടാൽ നമുക്ക് അയ്യോ എത്ര പുഴകളാണ് ഈശ്വര വറ്റിപ്പോയത്, എത്ര മരങ്ങളാണ് ഇല്ലാതായത്, എത്ര മലകളാണ് അപ്രത്യക്ഷമായി പോയത്. ഈ നാടല്ലേ ഇവിടെ നാം ഈ സിനിമയിൽ കാണുന്നത് എന്ന് തോന്നും. ഒരുപക്ഷെ MT വാസുദേവനാരുടെ കഥകൾ വായിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോയ ഒരു കാലത്തെ ഏറെക്കുറെ സൂക്ഷ്മ വിശദാംശങ്ങളോടെ പിടിച്ചു നിർത്തിയതായി നാം മനസ്സിലാക്കും.
പി ഭാസ്കരൻ്റെ ഗാനങ്ങൾ കേട്ടാൽ ഒരുപക്ഷെ അതിൽ അദ്ദേഹം വയലാറിനെ, ONVയെ, ശ്രീകുമാരൻ തമ്പിയെ എല്ലാവരെയും അതിശയിക്കുന്നു എന്ന് പറയാം. ഈ കേരള നാട്ടിൻ്റെ നേരത്തെ VT മുരളി വടക്കെത്തുമ്പോഴുള്ള, തെക്കെത്തുമ്പോഴുള്ള, നടുക്കെത്തുമ്പോഴുള്ള ഭാഷയിലെ മാറ്റങ്ങളെക്കുറിച്ച് സുന്ദരമായി പറഞ്ഞതുപോലെ അതെല്ലാം അറിഞ്ഞ് ഒരു വീക്കേനെ പോലെ ഭാഷയിൽ ഓരോ മുക്കിലെ ഭാഷയും അറിയാവുന്ന ഒരാൾ, ഓരോ ഇടത്തെ ജീവിത വഴികളും അറിയാവുന്ന ഒരാൾ, അയാളിൽ സ്മരിക്കപ്പെട്ടപ്പോൾ, അയാളിൽ ആവിഷ്കരിക്കപ്പെട്ടപ്പോൾ അനശ്വരമായി തീർന്ന ഒരു കേരളമുണ്ട്. അതുകൊണ്ടാണ് മാമലകൾക്കപ്പുറത്ത് മരതകപ്പട്ടുടുത്ത് മലയാളം എന്നൊരു നാടുണ്ട്. കാടും തുടികളും കനകനിലാവത്ത് കൈകൊട്ടിക്കളിക്കുന്ന നാടുണ്ട്. എല്ലാം മിശ്രണം ചെയ്തത് നോക്കുക. ഓരോന്നോരോന്നായി ഒരു പ്രവാസിയുടെ മനസ്സിന് ഇങ്ങനെ കുളിര് കൊടുക്കുന്ന ഗാനങ്ങൾ മലയാളത്തിൽ ആര് രചിച്ചിരിക്കുന്നു? പി ഭാസ്കരനെ പോലെ. ഇവിടം വിട്ടുപോയവരുടെ എല്ലാം മനസ്സിലും ഇവിടമായി മാറുവാൻ അതിന് സാധിച്ചു എന്നത് നമുക്ക് വിസ്മരിക്കാൻ ആകുകയില്ല. നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. എവിടുന്നാണ് വന്നിരിക്കുന്നത് ഈ ബിംബങ്ങൾ എന്നാലോചിച്ച് നോക്കുക നിങ്ങൾ. അത്ര ഗ്രാമീണമായ, അത്ര നമുക്ക് അടുത്ത് നിൽക്കുന്ന, ഈ കേൾക്കുന്ന ഓരോ മനുഷ്യൻ്റെയും സമീപസ്ഥമായ ഉപമകൾ കൊണ്ട് അദ്ദേഹം തീർത്ത ഒരത്ഭുതം, ഒരു സംഗീതത്തിലൂടെയുള്ള ഒരു കേരള സൃഷ്ടിയായിരുന്നു. അതുകൊണ്ട് ഈ ഗാനങ്ങൾ നമ്മുടെ കേരളത്തെ, പോയ കേരളത്തെ, പോയിക്കൊണ്ടിരിക്കുന്ന കേരളത്തെ, ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന കേരളത്തെ നാദബ്രഹ്മത്തിൽ സാക്ഷാത്കരിക്കും എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ എന്തൊരു ജീവിത സന്ദർഭങ്ങൾ. വെളുക്കുമ്പോൾ കുളിക്കുവാൻ പോകുന്ന വഴിവക്കിൽ വേലിക്കൽ നിന്നവളെ, കൊച്ചു കിളിച്ചുണ്ടൻ മാമ്പഴം കടിച്ചും കൊണ്ടെന്നോട് കിന്നാരം പറഞ്ഞവളെ. നമ്മൾ ഓർക്കും മജീദിനെ, നമ്മൾ ഓർക്കും ബാല്യകാല സഖിയെ. ആ കിളിച്ചുണ്ടൻ മാമ്പഴവും കടിച്ചുകൊണ്ട് കിന്നാരം പറയുന്ന ആൾ ചിലപ്പോൾ നമ്മളാവും, നമ്മുടെ സുഹൃത്താവും, ആരെങ്കിലും ആവും. അവരൊക്കെ ജീവിതമുള്ളവരാണ്. ആ ജീവിതമാണ് ഇവിടെ ഇങ്ങനെ ആവിഷ്കൃതമായിരിക്കുന്നത്. ചങ്ങമ്പുഴയാണ് വാസ്തവത്തിൽ മലയാളത്തിലെ ചലച്ചിത്ര ഗാന രചനയുടെ തലതൊട്ടപ്പൻ, ഗോഡ് ഫാദർ. അദ്ദേഹത്തിൻ്റെ രചനാ രീതിയാണ് പിന്നീട് ONV ആയാലും ശരി, ഭാസ്കരനായാലും ശരി, വയലാറായാലും ശരി ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ വരികളിലെ പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ, എന്താണ്, ഗാനലോകവീഥികളിൽ വേണുകൂതുമാട്ടിടയൻ. ഈ ഡിക്ഷൻ അപ്പടി ചങ്ങമ്പുഴയുടേതാണ്. ആ രമണനാണ് ഇതിലെ കഥാപാത്രവും. ഒരു ഘട്ടത്തിൽ കേരളത്തിലെ എല്ലാ യുവാക്കളും രമണന്മാരായിരുന്ന ഒരു ഘട്ടത്തിലാണ് ചങ്ങമ്പുഴ പ്രസിദ്ധനായിത്തീർന്നത്. ആ ചങ്ങമ്പുഴ അങ്ങനെ പ്രഖ്യാതനായിത്തീരാൻ അദ്ദേഹം ഇതുപോലെ ജീവിതമുള്ള, എന്നാൽ ലളിതമായ, ഓരോരുത്തരോടും സംവദിക്കുന്ന ഈ സൂക്ഷ്മ സാന്ത്വനം കലർന്ന ഗാനങ്ങൾ അത് എഴുതിയതുകൊണ്ടാണ് കാവ്യരൂപത്തിൽ തന്നെ. ഇവർക്ക് പക്ഷേ സ്വാതന്ത്ര്യം കിട്ടുകയാണ്. ഒരു കവിക്കും ഇല്ലാത്ത സ്വാതന്ത്ര്യം ഒരു ചലച്ചിത്ര ഗാനരചയിതാവിനുണ്ടാകുന്നു. അയാൾക്കൊന്നും ഭയപ്പെടേണ്ട. ഇത് കാൽപ്പനികതയായി പോകുന്നുണ്ടോ, ഇത് അതിര് കടക്കുന്നുണ്ടോ, ഒന്നും വേണ്ട. ഏത് അതിര് കടക്കലിനെയും സംഗീതം വന്ന് സഹായിച്ച് അതിര് കടക്കലല്ലാതായി മാറ്റിക്കൊണ്ടിരിക്കും. ഈ വൈദ്യുതി പാഞ്ഞാൽ അത്യുക്തികൾ ഉക്തികളായി മാറും. അങ്ങനെ ഏത് അത്യുക്തിയും സിനിമാ ഗാനത്തിലാകാം. കാരണം സംഗീതത്തിൻ്റെ വൈദ്യുതിയുണ്ട് അതിൽ കടന്നു പോകാൻ. ഈ ഗായകനുണ്ട് അതിൻ്റെ കൂടെ. അത് കേൾക്കുന്നവരൊക്കെ മതിമറന്ന് ആ ലോകത്തിലേക്ക് ആനയിക്കപ്പെടും. ഒരാളും ഇത് അതിശയോക്തിയാണ് എന്ന് പറയുകയില്ല. ഒരു കവിക്കുമില്ല ഈ സ്വാതന്ത്ര്യം. അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യം അദ്ദേഹം നല്ലതുപോലെ
ഉപയോഗിച്ചു. ഇങ്ങനെ ജീവിതത്തിലെ നിരവധിയായ സന്ദർഭങ്ങൾ ഇങ്ങനെ ഉപയോഗിച്ചിട്ടുള്ള ഒരു കവി അറിയുന്നില്ല ഭവാൻ അറിയുന്നില്ല. അനുദിനം ആത്മാവിൽ എന്താണ് അനുരാഗ പൂജ ഭവാൻ അറിയുന്നില്ല. ഇങ്ങനെ ഒറ്റപ്പെട്ട സ്നേഹിതകളുടെ അനുഭവങ്ങൾ. അതുപോലെ പിന്നെ ഒരുപാട് വരികൾ. രാവ് പോയതറിയാതെ രാഗമൂകയായി പാവമൊരു പാതിരാപ്പൂ പാരിടത്തിൽ വന്നു. എന്ത് അമൂർത്ത സുന്ദരമായ വേദനയാണ് ഒരു വരികളിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അത് പാടുമ്പോൾ അതനുഭവിച്ച ഒരു സംഗീത സംവിധായകൻ അതിന് എത്രയോ മാധുര്യം കൂടുതൽ പകർന്നു നൽകുന്നു. ഈ കുസൃതി എത്ര എന്ന് നോക്കുക. കാക്കക്കൊയിലേ ചൊല്ലു കൈ നോക്കാനറിയാമോ, പൂത്തുനിൽക്കും ആശകളെന്ന് കായ്ക്കുമെന്ന് പറയാമോ എന്ന് ചോദിക്കുന്നു. ഇങ്ങനെ നിഷ്കളങ്കതയാണ് വാസ്തവത്തിൽ നമ്മുടെ ഭാസ്കരൻ എഴുതിയിട്ടുള്ളത്. ഈ നിഷ്കളങ്കതയാണ് നമ്മളെ വല്ലാതെ ഇഷ്ടപ്പെടുത്തിയത്. ഞാൻ കുട്ടികളോട് ബിംബങ്ങളെക്കുറിച്ചൊക്കെ ക്ലാസ്സിൽ സംസാരിക്കുമ്പോൾ വലിയ കവികളുടെ ബിംബങ്ങളൊക്കെ എടുത്ത് അവരോട് പറഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാവില്ല, അവർക്കൊന്നും ഗ്രഹിക്കാൻ പറ്റില്ല. പക്ഷേ മടിയിൽ തിരികിയ സിന്ദൂര ചെപ്പത പൊടിമണ്ണിൽ വീണുവല്ലോ, ഒരു കൊച്ചു കാറ്റിനാൽ നിങ്ങൾ തന്നെ ആടകൾ അഴപൊട്ടി വീണുവല്ലോ എന്ന് വായിച്ചാൽ നിശ്ചലരായി പോവും മനുഷ്യർ. എന്തൊരു തീവ്ര ശക്തിയുള്ള സാധാരണമെങ്കിലും അസാധാരണമായ രണ്ട് ബിംബങ്ങൾ. ഇതൊക്കെ കൊണ്ടാണ്, ഇത് കവിത കൊണ്ടാണ്, ആ കവിത അറിഞ്ഞുള്ള സംഗീതം കൊണ്ടാണ് ഈ മൂന്ന് പേരും ചേർന്നിട്ടുള്ള ഈ കവിതകളൊക്കെ ജാനകിയും യേശുദാസും സുശീലയും അങ്ങനെ ഒരുപാട് പേർ, ഇതുപോലെ ONVയും ഒക്കെ ചേർന്നിട്ടുള്ള ഈ പാട്ടുകൾ. അതിൽ പക്ഷേ ഭാസ്കരനെ വേർതിരിച്ച് നിർത്തുന്നത് എന്താണ് ഈ അനന്യത എന്ന് പറഞ്ഞാൽ, ഇത് നാടിനോടുള്ള പക്ഷപാതമാണ് എന്നൊന്നും പറഞ്ഞുകൂടാ, പക്ഷേ ഈ മലബാറിൻ്റെ നിഷ്കളങ്കതയാണ് അത് എന്ന് പറയാതിരിക്കാൻ ആവില്ല. പിന്നിൽ താണ്ടിയ വഴി അതിദൂരം, മുന്നിൽ അജ്ഞാത മരണ കുടീരം. എത്ര പെട്ടെന്നാണ് അതൊരു ഫിലോസഫിക്കൽ ആയി മാറിയത്. പിന്നിൽ താണ്ടിയ വഴി അതിദൂരം, മുന്നിൽ അജ്ഞാത മരണ കുടീരം. ഇങ്ങനെ ഏകാന്തതയുടെ അപാര തീരം. ബഷീറിൻ്റെ ആ ഏകാന്തത ഭാസ്കരൻ ഗാനത്തിലേക്ക് പകർന്നപ്പോൾ അത് എന്തൊരു ഏകാന്തതയായിട്ടാണ് നമ്മൾ അനുഭവിച്ചത് എന്നോർക്കുക. അല്ലായിരുന്നെങ്കിൽ ബഷീർ ചെന്നെത്തുമായിരുന്നില്ലാത്തടത്ത് ഇതാ ഈ വഴി, ഭാസ്കരൻ വഴി ചെന്നെത്തുകയും ചെയ്യുന്നു. ഇരുട്ടിൻ്റെ ആത്മാവിലും അതുപോലെ ഒരുപാട് ചലച്ചിത്രങ്ങളിലെ വേദനകൾ ഈ കവി എഴുതി, ഈ സംഗീത സംവിധായകൻ സംവിധാനം ചെയ്ത് നമുക്ക് സൃഷ്ടിച്ചു തന്നതാണ് എന്ന് മാത്രം പറയട്ടെ. എന്തിനിത്ര പഞ്ചസാര പുഞ്ചിരിപ്പാലിൽ എന്ന് ആരെക്കുറിച്ചൊക്കെ നമ്മുടെ നാട്ടിൽ പിന്നീട് ഈ പാട്ട് ഓർമ്മിച്ച് ചോദിച്ചിട്ടുണ്ടാവും എന്ന് ഓർക്കുക. യേശു അവസാനിപ്പിക്കുകയാണ്. യേശു ക്രിസ്തു 5 അപ്പം കൊണ്ട് 5000 ഊട്ടി. പി ഭാസ്കരനോ നാഴൂരിപ്പാല് കൊണ്ട് നാടാക കല്യാണം, ഒരു ചന്ദ്രിക കൊണ്ട് ഈ ഭൂതലത്തെ ആകെ വ്യാപിപ്പിച്ചു. അതാണ് എന്തൊരു വരിയാ അത് എന്നാലോചിച്ച് നോക്കുക. 5 അപ്പം കൊണ്ട് 5000 ഊട്ടാം. 5000 ആയിട്ടുള്ളൂ അത്. ഇതല്ല, ഇത് നാഴൂരിപ്പാല് കൊണ്ട് നാടാകെ കല്യാണം, നിലാവിനെക്കുറിച്ച് ഇതിലും മധുരമായിട്ട് എങ്ങനെ പാടും അല്ലേ? അതുകൊണ്ട് നിലാവിൻ്റെ, പ്രണയത്തിൻ്റെ, ഏകാന്തതയുടെ, പരിഭവത്തിൻ്റെ ഒക്കെ ഗായകനായ
പി ഭാസ്കരൻ നാൾതോറും വളരും എന്നതിൽ എനിക്കൊരു ശങ്കയുമില്ല. നന്ദി.